മരുതോങ്കര പഞ്ചായത്തിൽ രാസലഹരിക്കെതിരെ QRT രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. കുറ്റ്യാടി ചെറിയ പാലം മുതൽ പശുക്കടവ് വരെയുള്ള പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജനകീയ ജാഗ്രതാ സമിതികൾ യോഗം ചേർന്ന് തീരുമാനമെടുത്താണ് QRT ടീം പ്രവർത്തനം ആരംഭിച്ചത്. MDMA, കഞ്ചാവ് പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ വിൽപ്പന നടത്തുകയും ഉപയോഗിക്കുകയും ചെയ്താൽ അടികിട്ടും. അതിനുശേഷം പോലീസിൽ ഏൽപ്പിക്കുമെന്ന് മൈക്കിലൂടെ അനൗൺസ് ചെയ്തിരിക്കുകയാണ് മരുതോങ്കര QRT ടീം. ലഹരി വിൽപ്പനയും ഉപയോഗവും കർശനമായി നിരോധിച്ചിരിക്കുന്നു. കഞ്ചാവ്, MDMA മുതലായ നിരോധിത ലഹരി പദാർത്ഥങ്ങളുടെ വിൽപ്പനയും ഉപയോഗവും എവിടെ കണ്ടാലും നാട്ടുകാരുടെ കയ്യിൽ നിന്നും അടികിട്ടും. ഇക്കാര്യത്തിൽ യാതൊരു ദാക്ഷിണ്യവും ഉണ്ടാവില്ല. അതിനെ ചോദ്യം ചെയ്യാൻ വരുന്നവർക്കും ഈ അടി ബാധകമാണ്. ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരെയും വിൽക്കുന്നവരെയും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരെയും ഒരു തരത്തിലും ഈ നാട് വെച്ചുപൊറുപ്പിക്കില്ല എന്ന് മാത്രമല്ല, അവരെ കൈകാര്യം ചെയ്ത് പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ ഓരോ നാടും ആക്ഷൻ എടുത്തില്ല എങ്കിൽ നാളെ ഈ നാടിന്റെ ഗതി എന്താവും? പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മയക്കുമരുന്ന് വിൽക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നവർക്കെതിരെ മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിച്ചു. 2 മാസം മുൻപ് മരുതോങ്കരയിലെ വിവിധ സ്ഥലങ്ങളിൽ വെച്ചും പഞ്ചായത്തിലെ താമസക്കാർ മറ്റിടങ്ങളിൽ വെച്ചും MDMAയുമായി പിടിയിലായതോടെയാണ് ലഹരിക്കെതിരെ QRT ടീം മരുതോങ്കരയിൽ പ്രവർത്തനം ആരംഭിച്ചത്. നിരവധി പേരെ രാസലഹരിയുമായി പിടികൂടുന്നതിന് QRT പോലീസിനെ സഹായിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 8 പേർ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ നിന്ന് ജയിൽ കഴിയുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ സമൂഹത്തെ ആകെ നശിപ്പിക്കുന്ന, കാർന്നു തിന്നുന്ന മാരകമായ വിപത്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ പ്രവർത്തനം, നമ്മുടെ ലഹരി വിരുദ്ധ കൂട്ടായ്മയുടെ പ്രവർത്തനം നടന്നു വരുന്നത്. ഞങ്ങൾക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്, QRTയുടെ പ്രവർത്തനം ശക്തമാണ്. ഞങ്ങളിനിയും ഈ നാടിനെ രക്ഷിക്കാൻ വേണ്ടി, ഇവിടെയുള്ള ന്യൂ ജനറേഷനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഈ ചെറുപ്പക്കാരും ഈ കൂട്ടായ്മയും ശക്തിയായ രംഗത്തുണ്ട്. ഞങ്ങളതിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായി നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡ് അടുക്കത്ത് മുതൽ പശുക്കട വരുന്ന പ്രദേശങ്ങളിൽ പ്രചരണത്തിൻ്റെ ഭാഗമായി ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. മരുതോങ്കരയിലെ കടന്തറ പുഴയോരങ്ങൾ ഉൾപ്പെടെ രാസലഹരി എത്താൻ സാധ്യതയുള്ള എല്ലായിടങ്ങളും QRT ടീമിന്റെ നിരീക്ഷണത്തിലാണ്. രാത്രി 10 മണിയോടെ QRT ടീം മരുതോങ്കര പഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ പരിശോധനകൾ ആരംഭിക്കും. രാസലഹരി ഉപയോഗിക്കുന്നവരെയും വിൽപ്പന നടത്തുന്നവരെയും കണ്ടെത്തി പോലീസിന് വിവരം നൽകും. രാത്രി അസമയങ്ങളിൽ അലഞ്ഞുതിരിയുന്ന വിദ്യാർത്ഥികൾ, യുവാക്കൾ എന്നിവരെ കണ്ടാൽ അവരെ ബോധവൽക്കരിക്കാനും QRT ടീം പ്രത്യേകം ശ്രദ്ധ കാണിക്കുന്നു. ജീവന് പോലും ഭീഷണിയായിക്കൊണ്ട് കേരളത്തിൽ രാസലഹരി അങ്ങോളം ഇങ്ങോളം കൊറോണ വൈറസ് പോലെ സാമൂഹ്യ വ്യാപനം നടന്നിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി മരുതോങ്കര പഞ്ചായത്തിലെ ഒരു പറ്റം യുവാക്കളെ ചേർത്തുകൊണ്ട് ഞങ്ങൾ ഒരു QRT എന്ന കൂട്ടായ്മയ്ക്ക് രൂപം നൽകുകയും മരുതോങ്കര പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രാത്രികാലങ്ങളിൽ പരിശോധന നടത്തുകയും അതിൻ്റെ ഭാഗമായി പല സ്ഥലങ്ങളിലും യുവാക്കളെ പാറക്കെട്ടുകളിലും ഒഴിഞ്ഞ പറമ്പുകളിലും പുഴ ഓരങ്ങളിലൊക്കെ കാണുകയും അവരെ പിടിക്കുകയും അതുപോലെ തന്നെ പോലീസിൽ ഏൽപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി മരുതോങ്കര പഞ്ചായത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നിയമ സംവിധാനങ്ങളും അതുപോലെ തന്നെ ഭരണ സംവിധാനങ്ങളും ഒക്കെ നിലനിൽക്കെ ജനകീയമായിട്ടുള്ള ഒരു പ്രതിരോധം തീർക്കലാണ് ഇപ്പോൾ ഇതിനുള്ള പോംവഴിയായിട്ട് കാണുന്നത്. അപ്പോൾ എല്ലാ നാട്ടിലും എല്ലാ പ്രദേശങ്ങളിലും ഇതുപോലെ കൂട്ടായ്മകൾ രൂപീകരിച്ചുകൊണ്ട് ജനകീയ പ്രതിരോധം തീർക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മരുതോങ്കര പഞ്ചായത്ത് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലാണ് QRTയുടെ പരിശോധന. ലഹരിക്കെതിരെയുള്ള മരുതോങ്കരയുടെ യുദ്ധം വിജയം കാണുമെന്നുള്ള കാര്യം തീർച്ചയാണ്.